ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഈ ചൂട് സമയത്തും ഈ നോമ്പ് സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. നമ്മുടെ റാഗി വെച്ചിട്ട് തയ്യാറാക്കുന്ന ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അതിനകത്ത് നമ്മൾ മധുരത്തിന് വേണ്ടി ഷുഗർ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റാഗിയുടെ ഡ്രിങ്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റാഗി പൗഡർ തന്നെയാണ്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂണോളം റാഗിയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ റാഗി വാങ്ങിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ പൊടിച്ച് അരിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് കേട്ടോ റാഗിയുടെ പൊടി. അപ്പോൾ അത് ഞാൻ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കട്ടയില്ലാണ്ട് നമുക്കൊന്ന് കലക്കിയെടുക്കണം. അപ്പം ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാരണ നമ്മൾ പച്ചവെള്ളം മതി. അത് ഒഴിച്ചിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം കണ്ടു, ഞാനത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കട്ടയൊന്നും കെട്ടാണ്ട് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റാഗ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ എടുക്കുന്നത് 1.5 ഗ്ലാസ്, അതായത് വലിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഞാൻ അവിടെ ഈ പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റാഗിയുടെ കൂട്ടില്ലേ, അത് നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് റാഗി ആയതുകൊണ്ട് പെട്ടെന്ന് അടി പോയിട്ട് അടിഞ്ഞുകൂടി കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ റാഗിയുടെ കുറുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടുമെങ്കിലും പക്ഷേ റാഗിയുടെ അതിൽ പച്ച ചുവയൊക്കെ മാറി കിട്ടത്തില്ല. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് ഈ കുറുക്ക് തയ്യാറാക്കുമ്പം. ഇപ്പോൾ അങ്ങനെ നമ്മുടെ റാഗിയെ കുറുക്കൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊന്ന് കുറുകി കിട്ടാണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ, നമ്മൾ മധുരം വെച്ചിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ഒരു നുള്ളുപ്പ് മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന ടൈമിങ് കൊണ്ട് നമുക്ക് കുറച്ച് കഷ്കഷ്, അതായത് നമ്മുടെ ചിയ സീഡ്സിൽ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂണാണ് ഇവിടെ ചിയ സീഡ്സ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചിയ സീഡ്സ് എല്ലാവർക്കും അറിയാമെങ്കിൽ നമുക്ക് അതായത് വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നല്ലൊരു സീഡാണ് ചിയ സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം കണ്ടോ നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. നല്ല ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതായത് ഇത് കുറച്ച് തണുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ടിയായി കിട്ടും. അപ്പോൾ ഒത്തിരി നമ്മൾ കുറുക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങ് നമ്മുടെ ഹൽവയൊക്കെ പോലെ കട്ടിയായി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു തിക്നെസ് മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പം കൂടെ നമ്മുടെ റാഗിയുടെ കുറുക്ക് നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു പകുതി തണുത്തപ്പോൾ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി തന്നെ കൂളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജ്യൂസറില്ലേ, ആ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് റാഗിയുടെ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കുറുക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മെയിൻ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഒരു വലിയ ക്യാരറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ സാധാരണ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നല്ല തണുത്ത ശേഷം നമുക്ക് റാഗിയുടെ കുറുക്കിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലൊരു ഫ്ലേവറിനും അതുപോലെ തന്നെ ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക എടുത്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കറുകപ്പട്ട വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്ന കുറച്ച് തേനാണ്. അപ്പോൾ തേനിന് പകരം നിങ്ങൾക്ക് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈത്തപ്പഴമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാല് കാച്ചിട്ട് നല്ലപോലെ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തമായിട്ട് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആദ്യമേ എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഞാൻ. ഇപ്പം നമ്മുടെ ഈ ക്യാരറ്റും അതുപോലെ റാഗിയും എല്ലാം നന്നായിട്ട് തന്നെ ബ്ലെൻഡാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്കിതിലേക്ക്
നമുക്ക് ബാക്കിയുള്ള ബാലൻസ് ഉള്ള പാൽ അതുകൂടി കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒത്തിരി അങ്ങ് ലൂസായി ഇരിക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പകുതി പാലും പകുതി വെള്ളം നമ്മൾ സാധാരണ പച്ചവെള്ളം ചേർത്ത് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മളെ ചിയ സീഡ്സ് എല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്കിപ്പോൾ ഇതിലേക്ക് നമ്മുടെക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് നമ്മൾ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കത്തില്ല. അപ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ റാഗി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല ഹൈ ഫൈബറാണ്, അതുപോലെ തന്നെ അയൺ റിച്ച് ആണ്. അപ്പോൾ നമുക്ക് അതായത് HB ഒക്കെ കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഷുഗർ പേഷ്യൻസിനാണെങ്കിലും നമ്മുടെ അരിയും ഗോതമ്പൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ റാഗിയുടെ പുട്ടോ കുറുക്കോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ വളരെ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഞാൻ കുറച്ച് ചിയ സീഡ്സിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു ബ്ലാക്ക് കളർ റൈസൻസ് കൂടി ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണൽ മാത്രമാണ്, ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും നമ്മുടെ ഡയറ്റ് ഉൾപ്പെടുത്താൻ പറ്റിയ അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു ഹെൽത്തിയായ റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.